നമുക്ക് തുടങ്ങാം. അതായത് ഒരു രാജ്യത്തെ ഒരു രാജാവ് ഒരു ദിവസവും പുലർച്ചയ്ക്ക് വേഷപ്രച്ഛന്നായി കുതിരപ്പുറത്തേറി പുറത്തേക്ക് പോകുന്നു. പുലർച്ചെ രാജാവ് വേഷപ്രച്ഛന്നായി കുതിരപ്പുറത്ത് പുറത്തേക്ക് പോകുമ്പോൾ കാവൽ നിൽക്കുന്ന കാവൽഭടൻ തന്റെ കയ്യിലുള്ള വാളുമായി നേരെ ആ കുതിരക്കാരന്റെ മുമ്പിലേക്ക് ചാടി. ആ കുതിരപ്പുറത്ത് രാജാവാണ് എന്ന വിവരം ആ ഭടൻ അറിയില്ല. ആരാണ് കൂടി പുറത്തേക്ക് പോകുന്നതാണ് അയാൾക്ക് അറിയേണ്ടത്. അയാള് ഉച്ചത്തിൽ ചോദിച്ചു, ഹൂ ആർ യു? ആരാണ് നിങ്ങൾ? ചോദ്യം നമ്പർ 2, വേർ ആർ യു ഗോയിങ്? എങ്ങോട്ടാ പോണത്? ഈ രാജകൊട്ടാരത്തിലെ എനിക്ക് പരിചയമില്ലാത്ത ആരാണ് നീ? എങ്ങോട്ടാ പോകുന്നത്? സത്യത്തിൽ രാജാവ് ഞെട്ടിപ്പോയി. ആ ചോദ്യം രാജാവ് രാജാവിനോട് ചോദിച്ചു, ആരാണ് ഞാൻ? ഞാൻ എങ്ങോട്ടാ പോകുന്നത്? ഇത് ആ രാജാവിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അതിനുശേഷം അയാൾ മാറേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ആ ഭടന്റെ 2 ചോദ്യം കഴിഞ്ഞു എന്നാണ് കഥ. കഥ അത്രേ ഉള്ളൂ. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഹു ആർ യു? ഈ ഇൻഡസ്ട്രിക്കകത്ത് ആരാണ് നിങ്ങൾ? വേർ ആർ യു ഗോയിങ്? എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ എത്തേണ്ട സ്ഥലം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ എത്തുന്നിടം വരെ പോകാനുള്ള ഉദ്ദേശത്തിലാണോ ഇറങ്ങിയത്? നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ള ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ആ വ്യക്തത ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ. എവിടേക്കാണ് പോകുന്നത് എന്ന് നിശ്ചയിക്കാതെ ഒരു യാത്ര നിങ്ങൾ തുടങ്ങരുത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ടൗണിൽ എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്, നിങ്ങൾക്ക് താല്പര്യ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പാണ് ഒരു ബസ് വരുന്നത്. അപ്പൊ ചാടി ആ ബസ്സിന് കൈ കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ബസ്സിന്റെ മുമ്പിൽ ബോർഡില്ല. എങ്ങോട്ടാ പോകുന്നത് അതിൽ എഴുതി വെച്ചിട്ടില്ല. ആ ബസ്സിൽ നിങ്ങൾ ആരെങ്കിലും കയറാൻ സാധ്യതയുണ്ടോ? അപ്പോ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമായി അറിയാതെ എന്റെ കൂടെ ആരെങ്കിലും ഒക്കെ കയറി നിൽക്കാൻ സാധ്യതയുണ്ടോ? എന്റെ കൈ പിടിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ പോകുന്നത് ശരിയായ പാതയിലാണെന്നും വിജയത്തിലേക്കാണ് എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ വിജയം ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കൈ പിടിക്കാൻ നമ്മുടെ വാഹനത്തിൽ കയറാൻ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. നമ്മളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സിന് വേണ്ടത് എന്താണ്? അതിവിടെ നെറ്റ്വർക്ക് ആണെന്നാണ് പല അഭിപ്രായം. ഒരു പണക്കാരനാവാൻ ആദ്യം വേണ്ടത് എന്താണ്? പണാണെന്നാണ് ഒരു പൊതു അഭിപ്രായം. എന്റെ അഭിപ്രായം അങ്ങനെയല്ല. നിങ്ങളൊരു സമ്പന്നനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പണക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പണമല്ല. ആദ്യം വേണ്ടത് പണക്കാരന്റെ ഒരു മനോഭാവമാണ്. പണക്കാരന്റെ മനോഭാവം അല്ലാതെ, സമ്പന്ന മനോഭാവം അല്ലാതെ ഒരിക്കലും സമ്പന്നനായി ജീവിക്കാനാവില്ല. നിങ്ങൾ ആന്തരികമായി ദരിദ്രനാണെങ്കിൽ ഒരിക്കലും ബാഹ്യമായി സമ്പന്നനാവാനാവില്ല. ഒരുപക്ഷെ ഇന്ന് ബാഹ്യമായി നിങ്ങൾ എത്ര ദരിദ്രനായാലും ആന്തരികമായി നിങ്ങൾ സമ്പന്നാണെങ്കിൽ തീർച്ചയായും നാളെ നിങ്ങൾ സമ്പന്നനായി മാറും. നിങ്ങൾ എന്ത് ചിന്തിച്ച് ജീവിക്കുന്നോ
അത് തന്നെ നിങ്ങളെ തേടി വരും. ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ട്, യത് ഭാവ തത് ഭവതി. നിങ്ങൾ എന്ത് ഭവിക്കുന്നു പ്രതീക്ഷിക്കുന്നോ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് സമ്പന്നായി മരിക്കും എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തന്നെ നിങ്ങളെ തേടി വരും. അതല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഞാൻ നരകിച്ചേ മരിക്കൂ, ഞാൻ ദാരിദ്ര്യമേ മരിക്കൂ, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അതും സംഭവിക്കുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അതിനെ ബ്രിട്ടീഷുകാരൻ പേര് മാറ്റി ലോസ് ഓഫ് അട്രാക്ഷൻ എന്നാക്കിയിട്ടുണ്ട്. ഭഗവത്ഗീത പറയുന്നത് തന്നെയാണ്. ആകർഷണമോ, നിങ്ങൾ എന്തിനെ ആകർഷിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ സമ്പന്നതയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ സമ്പന്നതയും, ദാരിദ്ര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ദാരിദ്ര്യവും നിങ്ങളെ തേടി വരും. നിങ്ങൾ ആരോഗ്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആരോഗ്യവും, അവശതയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അവശതയും, രോഗത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ രോഗവും നിങ്ങളെ തേടി വരും. ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പേ ഒരു ചെറുപ്പക്കാരനായ സിനിമ നടൻ, അവൻ അഭിനയിച്ച സിനിമയിലെ ഒരു ക്യാൻസർ പേഷ്യന്റായി അവൻ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ഒരു ക്യാൻസർ പേഷ്യന്റായി അഭിനയിക്കുകയായിരുന്നില്ല, ഒരു ക്യാൻസർ പേഷ്യന്റിനെ പോലെ ജീവിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ നിങ്ങൾ പറഞ്ഞത്, വീണ്ടും അതേ ഇരയോട്ട് കാറ്റക്കുന്ന സമയത്ത് വീണ്ടും എന്തോ കുടുങ്ങി വലിച്ചിട്ട് നോക്കിയപ്പോ അതൊരു ചെറിയ മീനാണ്. വേഗം അതിനെ ചൂണ്ടയിൽ നൂരിയിട്ട് അയാളെ കൊട്ടയിലേക്ക് വിട്ടു. അടുത്തത് വലിയ മീനെ കിട്ടി, അതിനെ പുഴയിലേക്ക് ഇട്ടു. ചെറുതിനെ കിട്ടി, കൊട്ടയിലേക്ക് ഇട്ടു. വലുതിനെ കിട്ടി, പുഴയിലേക്ക് ഇട്ടു. ചെറുതിനെ കിട്ടി, കൊട്ടയിലേക്ക് ഇട്ടു. ഇത് കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാരൻ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് വിവരക്കേടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ മീനിനൊക്കെ എടുത്ത് പുഴയിലേക്ക് ഇടുന്നത്, ചെറുതിനെ എടുത്തിട്ട് കൊട്ടയിലേക്ക് ഇടുന്നു. അപ്പൊ ആള് പറഞ്ഞത്, നിനക്കത് പറയാം, എന്റെ വീട്ടിലെ ചട്ടി ചെറുതാണ്. ചെറിയ ചട്ടിയിലേക്ക് വലിയ മീൻ കിട്ടിയിട്ട് കാര്യമില്ല. അതായത് നമ്മുടെയൊക്കെ ഈ ദാരിദ്ര്യം പിടിച്ച ചട്ടി മാറ്റിയാൽ മാത്രമേ ജീവിതത്തിൽ സമ്പന്നത വരുള്ളൂ എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ നിങ്ങളുടെ നാട്ടിലൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന സമയത്തോ പോയി തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഒരു ലോട്ടറി എടുത്തിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ലോട്ടറി അടിച്ചു. പക്ഷേ 2, 3, 4, 5 വർഷം കഴിഞ്ഞ് ഈ ലോട്ടറി അടിച്ച ആളുകളെ കുറിച്ചൊരു പഠനം നടത്തി നോക്കുമ്പോൾ ആ ലോട്ടറിയിൽ 95% ആളുകളും പണ്ടത്തെ പോലെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലേക്ക് പണം വന്നു, പക്ഷെ നിന്നില്ല. കാരണം ആന്തരികമായി ദരിദ്രനാണെങ്കിൽ അയാളുടെ സമ്പത്ത് നിലനിൽക്കില്ല. ആ സമ്പത്ത് നിലനിർത്തണമെങ്കിൽ സമ്പന്നതയുള്ള ഒരു മനസ്സ് വേണം. നെറ്റ്വർക്കുകൾക്ക് വേണ്ടത് പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്ത് കണ്ടാലും അതിനെ പോസിറ്റീവായി കാണാൻ കഴിയുന്ന ഒരു മനോഭാവം. അതല്ലാതെ കഴിവോ അറിവോ അല്ല. ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത് അയാളുടെ അറിവോ കഴിവോ അല്ല, മറിച്ച് ഏതൊരു കാര്യത്തോടും അയാളുടെ സമീപനം, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ മനോഭാവം, അതാണ്. അത് ഐസ്ബർഗ് പോലെയാണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഐസിന്റെ ഒരു 90% വെള്ളത്തിനടിയിലേക്ക് വയ്ക്കും, 10% മാത്രമേ പുറത്ത് നമ്മൾ കാണാറുള്ളൂ. അതേപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ആളുകളിൽ വെറും 15% ആളുകൾ മാത്രമേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുള്ളൂ. 85% ആളുകളും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകളാണ്, നെഗറ്റീവ് ആകർഷിക്കുന്നവരാണ്. നെഗറ്റീവ് സംസാരിക്കാൻ, നെഗറ്റീവ് കാണാൻ, നെഗറ്റീവ് വായിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ പത്രങ്ങളും നമ്മുടെ TV ചാനലും ഒക്കെ ഭൂരിഭാഗം നെഗറ്റീവ് ന്യൂസുകളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ അറിവോ കഴിവോ അല്ല, മറിച്ച് മനോഭാവം. ആ മനോഭാവം മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ആദ്യം നടത്തേണ്ടത്. എന്ത് കണ്ടാലും അതിനകത്തൊരു പോസിറ്റീവ് കാണാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. അത് അത്ര എളുപ്പത്തിലുള്ള പണിയല്ല. കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് മാറി ചിന്തിക്കാമെന്ന് തോന്നുമെങ്കിലും ഇത്രയും കാലം ജീവിച്ച ജീവിത രീതിയിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറണമെങ്കിൽ മനഃപൂർവ്വം മാറിയേ പറ്റൂ എന്ന ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടാവണം.
എന്ത് കണ്ടാലും അതിനകത്തൊരു പോസിറ്റീവ് ഉണ്ട്, എന്ത് കണ്ടാലും അതിനകത്തൊരു നെഗറ്റീവ് ഉണ്ട്. ലോകത്ത് പൂർണ്ണതയുള്ള ഒന്നും തന്നെ ഇല്ല എന്നാ പറയപ്പെടുന്നു. ലോകത്തെ ഏറ്റവും മികച്ച കാഴ്ചകളൊന്നാണ് പൂർണ്ണചന്ദ്രൻ. ആ പൂർണ്ണചന്ദ്രനകത്ത് പോലും ഒരു കളങ്കമുണ്ട് എന്ന് പറയപ്പെടും. എല്ലാം തികഞ്ഞ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞത് അന്വേഷിച്ച് നടക്കുന്നതും വിവരക്കേടായി. പക്ഷെ ഉള്ളതിനകത്ത് ഏറ്റവും മനോഹരമായി സംതൃപ്തിപ്പെടാൻ, ഉള്ളതിലെ ഏറ്റവും നന്മ മാത്രം നോക്കിക്കാണാൻ, അതിനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ആളുകള് ശരിക്കും വിജയിക്കുന്നതും പരാജയപ്പെടുന്നതും അവന് ശ്രമിക്കുമ്പോൾ നടക്കാതെ പോകുന്നതുകൊണ്ടല്ല, അവന് ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ്. നോട്ട് ഓവർ വെൻ യു ലൂസ്. നിങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്തല്ല, ഇറ്റ്സ് ഓവർ വെൻ യു ക്വിറ്റ്. നിങ്ങൾ എപ്പോ വേണ്ട നോക്കുന്നോ അപ്പ പരാജയപ്പെടുന്നത്. ഒരു തവണ പരീക്ഷ തോൽക്കുമ്പോ അല്ല, ആ പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ എന്നെ കൊണ്ട് നടക്കില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു ജില്ലാ കളക്ടറുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. ഒരു ക്യാമ്പസിൽ എന്തോ ഇനാഗ്രേഷൻ വിളിച്ച സമയത്ത് അയാളെ പറയാണ്, ഞാൻ IAS എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ 3 തവണ തോറ്റു. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. അങ്ങനെ 4ാമത് ഞാൻ IAS പാസ്സായി, ഇന്ന് കളക്ടറായി. ഇപ്പോ കളക്ടറായി എന്നെ പല സ്ഥലങ്ങളിലേക്കും ഉദ്ഘാടനത്തിന് വിളിക്കുന്ന സമയത്ത് ആരും പറയാറില്ല 3 തവണ തോറ്റ കളക്ടർ, 3 തവണ തോറ്റ കളക്ടർ എന്ന് ആരും പറയാറില്ല. ആ വിജയത്തോടെ ആ എല്ലാ പരാജയങ്ങളും മായ്ച്ചു കളയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതേപോലെ ഏത് റാങ്ക് അനുസരിച്ചാലും ആഗ്രഹിച്ചാലും, ഏത് നേട്ടങ്ങൾ ആഗ്രഹിച്ചാലും, അത് കിട്ടിയത് പോകുന്ന സമയത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അത് നേടുന്നവരെ എഫേർട്ട് ഇടാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും ആ നേട്ടം നമ്മുടെ കയ്യിൽ വരാതിരിക്കില്ല. ലോകപ്രശസ്തനായ ട്രെയിനർ, ഇന്നും ജീവിക്കുന്ന ഇതിഹാസം, അദ്ദേഹം ഒരു മനോഹരമായ ഒരു കൊട്ടേഷൻ എഴുതി. ശിവഖേര എന്ന് പറയുന്ന ആ മനുഷ്യൻ യുക്കാനും എന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ച ഏറ്റവും മനോഹരമായ ഒരു വാചകമാണത്. വിന്നേഴ്സ് നെവർ കിറ്റ്, കിറ്റേഴ്സ് നെവർ വിൻ. വിജയിച്ചവരൊന്നും വിട്ടുകൊടുത്തവനല്ല, വിട്ടുകൊടുത്തവരൊന്നും വിജയിച്ച ചരിത്രവും ഇല്ല. സോ നെവർ കീപ് ദ ഓപ്പർച്യൂണിറ്റി. ഒരിക്കലും ഈ അവസരം വിട്ടുകൊടുക്കാതിരിക്കുക. ആരെതിർത്താലും, ആര് പരാതി പറഞ്ഞാലും, ആര് കുറ്റപ്പെടുത്തിയാലും, ആര് കളിയാക്കിയാലും, എനിക്ക് ബോധ്യപ്പെട്ടതെന്ന്, എന്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ടത്, അത് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച വളർച്ച ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ അനുകൂലമായ സാഹചര്യം വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി വളർന്ന് പന്തലിക്കാൻ നമുക്ക് കഴിയും. ഞാൻ പറഞ്ഞു, 1 പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും 2 നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും. ഇതിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ ട്രെയിനിങ് കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഞാനിതിവിടെ പറയുന്നത് ഒരു പ്രസക്തി ഉണ്ട്. കാരണം ഇന്നലെ അല്ല, മിനിയാന്ന് നെക്സസ് എന്നൊരു പ്രോഗ്രാം കഴിഞ്ഞു. ആ നെക്സസ് കഴിഞ്ഞ സമയത്ത് ഒരു കൂട്ടരുടെ മുഖം ഇടതുഭാഗത്തുള്ളതും ഒരു കൂട്ടരുടെ മുഖം വലതുഭാഗത്തുള്ളതും. ഒന്ന് ചാർജ് പോയവർ റ എന്ന് എഴുതിയിട്ടുണ്ട്. 2 ചാർജ് കയറിയവൻ യു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ നിങ്ങൾ നിരത്തി നിർത്തി ചോദിക്കൂ, എന്താണ് ഈ പ്രോഗ്രാം അഭിപ്രായം? കുറെ ആൾ പറയും, എന്റെ അമ്മു, പ്രവീൺ സാറെ സ്പീച്ച് ഒടുക്കത്തെ വിഷൻ, അപാര മോട്ടിവേഷൻ. മോഹൻ സാറെ സ്പീച്ച് അതിലേറെ മോട്ടിവേഷൻ. മൊബീൻ സാറെ സ്പീച്ച് അതിലേറെ മോട്ടിവേഷൻ. ഒരുപാട് സാധാരണക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് കണ്ടു ഞാൻ വിശ്വസിച്ചു. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കും ചെയ്യാൻ പറ്റൂ. അങ്ങനെ
അത് കണ്ട് ഫുൾ ഓഫ് എനർജിയിൽ സക്സസ് ആവുന്ന ഉറപ്പിച്ചവർ എന്ന ഒരു കൂട്ടര് ഉള്ള ചാർജും പോയവർ. ഭക്ഷണം കിട്ടിയില്ല, സീറ്റ് കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല, ഇഷ്ടം പോലെ പരാതികൾ. അതിലൊന്നും ഞാൻ കുറച്ചു കാണാൻ ആളല്ല. പക്ഷേ ഇന്നലത്തോടു കൂടി ഞാൻ ഈ പണി നിർത്തി എന്ന് പറയുന്നവരെയും ഇന്നലത്തോടു കൂടി ഞാൻ ശരിക്കും ഇത് തുടങ്ങി എന്ന് പറയുന്നവരുണ്ട്. നിർത്തുന്നവരെ അവസാനത്തെ ദിവസവും തുടങ്ങുന്നവരുടെ ആദ്യ ദിവസവുമായിരുന്നു ഇന്നലെ. ഇങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു. ഇന്നലെ കുറെ ആള് നിർത്താനെടുത്ത തീരുമാനവും കുറെ ആൾക്ക് തുടങ്ങാനെടുത്ത തീരുമാനവും. ഒരു 4-5 വർഷം കഴിയുന്ന സമയത്ത് അറിയാം ഈ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം എന്തായിരുന്നു. അനുഭവിച്ചത് എല്ലാവരും ഒരേപോലെയാണ്. ഈ പരാതി പറഞ്ഞ ആൾക്ക് ഭക്ഷണം കൊടുത്ത അതേ ഭക്ഷണ ഞങ്ങൾക്ക് കിട്ടിയത്, പലരും കിട്ടിയിട്ടില്ല. അതേ ചൂടിൽ നിന്നുകൊണ്ടാ കഴിച്ചത്, അതേ ഫീലിംഗ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ വിജയിക്ക് നോക്കാനുള്ളത് അനുകൂലമായ സാഹചര്യത്തെ കുറിച്ചും അച്ചീവ്മെന്റ്സിനെ കുറിച്ചും, അല്ലാത്തവർക്കോ നിർത്താനുള്ള കാരണങ്ങളിലൊന്നും. ഈ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം പങ്കെടുത്ത് പരാതി പറഞ്ഞ ആരെങ്കിലും കുറിച്ച് വേദനിപ്പിക്കാനല്ല ഞാൻ ഇത് പറയുന്നത്. ആ സാഹചര്യം എല്ലാവർക്കും ഒരേപോലെ ആയിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് ഒരു പോസിറ്റീവ് കണ്ടെത്താൻ കഴിയുന്ന സമയത്ത് മാത്രമേ സക്സസിലേക്ക് പോകാൻ പറ്റുള്ളൂ, ആ യാത്ര സുഗമമാവുള്ളൂ. അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അത് മാത്രം നിങ്ങൾ നോക്കുക. ഒരുപക്ഷെ ലോകത്ത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്ന് കേട്ട് ആ സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്താനും കൊടുക്കാനും വേണ്ടി അത് അന്വേഷിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ബർത്തലോമേസ് ഡയസ്. അയാള് ആ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിയുള്ള യാത്രയിൽ ദക്ഷിണാഫ്രിക്ക മുനമ്പെത്തിയ സമയത്ത് അവിടെ വലിയ കൊടുങ്കാറ്റായിരുന്നു. ആ കൊടുങ്കാറ്റ് വന്നപ്പോ ഇനിയൊരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല, സാഹചര്യം അനുകൂലമല്ല, കാലാവസ്ഥ അനുകൂലമല്ല, അതുകൊണ്ട് ഈ പണി എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. ആ തിരിച്ചു പോകുമ്പോ ആ നശിച്ച മുനമ്പിന് പേരിട്ടു കേപ്പ് ഓഫ് സ്റ്റോംസ്, കൊടുങ്കാറ്റിന്റെ മുനമ്പ്. അതിനെ അതിജീവിക്കാനാവില്ല, എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകളഞ്ഞ ഒരു മുനമ്പ്. അതാണ് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന് പറയുന്നത്. കാലങ്ങൾക്ക് ശേഷം വേറെ ചെറുപ്പക്കാരൻ അതേപോലെ പായ്ക്കപ്പലുമായി യാത്ര തുടങ്ങി. അവൻ ആ സാഹചര്യം നോക്കി, ഈ കൊടുങ്കാറ്റുകൾ അനുകൂലമാവുന്ന ഒരു സമയത്തെ നോക്കി നിന്നു. എന്നിട്ട് അതേ മുനമ്പിലേക്ക് വന്ന് കയറുമ്പോ അവൻ അനുകൂലമായ നല്ല കാറ്റ് കിട്ടി. ആ കാറ്റിന്റെ ആനുകൂല്യത്തിൽ അവൻ വേഗത്തിൽ യാത്ര ചെയ്ത് അവൻ ലക്ഷ്യസ്ഥാനത്തെത്തി. എന്നിട്ട് അതേ മുനമ്പിന് അവനൊരു പേരിട്ടു, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, പ്രതീക്ഷയുടെ മുനമ്പ്. ഒരാൾക്ക് തടസ്സമായ മുനമ്പും മറ്റവന് പ്രതീക്ഷയായ മുനമ്പും ഒന്നു തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. ആ മുനമ്പിനെ, ആ കാലാവസ്ഥയെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയതാണ് ലൈഫിലെ സക്സസ്. കൊടുങ്കാറ്റ് നിലച്ചതല്ല. കാലാവസ്ഥ അനുകൂലമാൻ കാത്തിരിക്കുക, ആ അനുകൂലമായ കാലാവസ്ഥയെ മനോഹരമായി ഉപയോഗപ്പെടുത്തുക. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കൂട്ടർക്ക് നിർത്താനുള്ള കാരണവും ഒരാൾക്ക് തുടങ്ങാനുള്ള കാരണവും ഒരു ദിവസം തന്നെയാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സക്സസിന്റെ പാതയുള്ള ഒരു പെയിൻ ആണെന്ന് മനസ്സിലാക്കുക. നോ പെയിൻ നോ ഗെയിൻ. വേദന ഇല്ലാതെ നേട്ടമില്ല. ലോകത്ത് വേദിക്കാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാനാവില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ ലീഡേഴ്സിനെയും മുഖത്ത് റാ ഇല്ല, യു മാത്രം.
എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി അതിനെ നേരിട്ട് കൊണ്ടു നിൽക്കുക. തടസ്സങ്ങളും പ്രയാസങ്ങളും ഒരേപോലെ തന്നെ, പക്ഷേ അതിനെ അതിജീവിക്കുന്നതിലാണ് വ്യത്യാസം തുടങ്ങുന്നത്. അപ്പോ ഈ കഴിഞ്ഞ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കണ്ട ആളുകളുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നെക്സസ് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ കുതിപ്പിന്റെ തുടക്കമായി മാറാൻ, വലിയൊരു കുതിപ്പ് തരാൻ ആ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. 10-12,000 ആളുകളെ ഒരേ സമയത്ത് ഇതേപോലെ അണിനിരത്തി ഒരു പ്രോഗ്രാം നടത്താൻ നമുക്കല്ലാതെ ആർക്കും നടക്കുക? ഇതേപോലെ 10-12,000 ഇടത്തിന് വിളിച്ചാൽ കിട്ടാൻ ഈ കമ്പനിക്കല്ലാതെ കേരളത്തിൽ ഏത് കമ്പനിക്കാ നടക്കുക? ആ സ്റ്റേജിലേക്ക് MD വന്ന വരവ് കണ്ടോ? അങ്ങനെ ഒരു എൻട്രി സ്വപ്നം കാണാൻ ഏത് കമ്പനിക്ക് അവിടെ നടക്കുക? അയാള് സ്പീച്ച് കേട്ടോ, അയാൾ പറഞ്ഞെന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2-3 കണ്ടന്റ് ഞാൻ പറയട്ടെ. ഒന്ന്, നിങ്ങൾക്ക് ഇന്നുള്ള ഉൽപ്പന്നങ്ങളുടെ എണ്ണം ഞാൻ വർദ്ധിപ്പിക്കും. 6 ഉൽപ്പന്നം വെച്ച് തുടങ്ങിയ കമ്പനിയാ, ഇന്ന് 100 ഉൽപ്പന്നമായി. അത് 2030 ആകുമ്പോഴേക്കും 1000 ഉൽപ്പന്നങ്ങളാക്കി തരാം എന്ന് പറഞ്ഞ പിക്കപ്പ് സെന്ററുകളെല്ലാം സൂപ്പർ മാർക്കറ്റുകളായി മാറും. ഇന്നത്തെ വലിയ പിക്കപ്പ് സെന്ററുകൾ, നമ്മളെ ഗോഡൌണുകളൊക്കെ ഹൈപ്പർ മാർക്കറ്റുകൾ വളരേണ്ടി വരും. 5 വർഷം കൊണ്ട് നമ്മുടെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കൂടെ വീണ് പോകുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്ക് ഞാൻ ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആക്സിഡന്റ് ഡെത്ത് കവറേജ് മാത്രമേ കവർ ചെയ്യുള്ളൂ. അത് പോരാ, നാച്ചുറൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിലും ആ കുടുംബത്തിനെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സഹായം വേണ്ട. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി നേരിട്ട് എന്റെ ലീഡർക്ക് സംഭവിച്ചാൽ, ഒരു ഡെത്ത് സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു തുക അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോ പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ആന ജീവിച്ചാലും ചെരിഞ്ഞാലും പന്തീരായിരുന്നു. ജീവിച്ചാലും വരുമാനം തരും, മരിച്ചാലും കുടുംബത്തിലേക്ക് വരുമാനം കൊടുക്കും കമ്പനിന്ന്. അങ്ങനെ പറയുന്ന എത്ര മാനേജ്മെന്റിനെ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുണ്ട്? ഇൻഷുറൻസിന്റെ ആനുകൂല്യം കൊണ്ടല്ല, പെട്ടിയിൽ ഉണ്ടാക്കിയ കാശിന് എടുത്തേണ്ടി കൊടുക്കുന്നു. അതാണ് എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തത്. കൂടെ നിൽക്കുന്ന കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ മനസ്സുള്ള മാനേജ്മെന്റ്. പറഞ്ഞില്ലേ, ഓരോ ലീഡേഴ്സ് വീട് പോയ സമയത്ത് ആ കുടുംബത്തിലേക്ക് 20 ലക്ഷം 30 ലക്ഷം കൊടുക്കുന്ന മടിയില്ലാതെ കൊടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ ഫെസിലിറ്റി കൊടുത്തില്ലെങ്കിൽ ആരാ ചോദിക്കാനുള്ളത്? ഈ നോമിനേഷൻ ഫെസിലിറ്റി കൊടുത്തില്ലെങ്കിലും ആളുകൾ വിശ്വസിക്കും. ഒരു ലീഡർ നഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് കൊടുത്ത വരുമാനം വഴി കമ്പനിയായി മാറൂലേ? അങ്ങനെ എത്ര കമ്പനികൾ നടന്നു കഴിഞ്ഞു. ലീഡേഴ്സ് മരിച്ച സമയത്ത് ആ ഇൻകം കമ്പനിയിലേക്ക് പോകും. ആ സമയത്ത് ആ ഇൻകം ആ കുടുംബത്തിലേക്ക് അത് നിരന്തരമായി എത്തിക്കുകയും, അതേ സമയത്ത് ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരു തുക മാറ്റിവെക്കാൻ കൂടി തയ്യാറാവുന്ന ഒരു മാനേജ്മെന്റ്. അപ്പോ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ്, കുടുംബത്തിന്റെ സംരക്ഷണം. ഇനി വലിയ മത്സരിക്കാൻ പോകുന്ന സമയത്ത് കേരളത്തിലും ഇന്ത്യയിലൊക്കെ പൂർണ്ണമായി നിയമപരമായി ഈ ഓപ്പർച്യൂണിറ്റി മാറുമ്പോൾ വിദേശത്ത് ഇഷ്ടം പോലെ കമ്പനികൾ മത്സരിക്കാൻ വരുമ്പോ അവരെടുത്ത് കുറഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാണ് ആഴ്ചക്ക് 2-10 അല്ല 4-10. എത്രയോ തവണ വാഷ് ഔട്ട് ആ സമയത്ത് ഇങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട്. ആ വിഷമവും കമ്പനി മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ കൂടെ ചേർത്ത് മുഴുവനും ചേർത്ത് പിടിക്കുന്ന ഒരു മാനേജ്മെന്റ്, ആ കമ്പനിയുടെ വിഷൻ അതൊന്നും കേൾക്കാതെ, അതൊന്നും മനസ്സിലാക്കാതെ, ഒന്നും ചേർന്ന് നിൽക്കാതെ അവിടെ ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല എന്ന് പറയണ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്തിരി വിശന്നിട്ടൊക്കെ ഉണ്ട്. രാത്രി തിരിച്ചുമ്പോ എന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ബസ് പോയതുകൊണ്ട് ഒരു ഹോട്ടലിന് മുമ്പിലും നിർത്തിയപ്പോൾ ഭക്ഷണം കിട്ടിയില്ല. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ തലമുറ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് പ്രവീൺ സാർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ വഴി എത്രയോ കുടുംബത്തിൽ ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു നേരം ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ വഴി
നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അതാ ഞാൻ ആവേശം കൊണ്ടത്. അല്ല അവിടെ വിളമ്പിയ ബിരിയാണി ഇത്രയൊന്നും തികയാത്തതും അല്ല. എന്നെ വിശ്വസിച്ച് വന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് 3 നേരത്തെ ഭക്ഷണം എത്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു അദ്ദേഹത്തിന്റെ സ്പീച്ച് കേട്ടപ്പോ. സ്വാഭാവികമായും ചെറിയ പ്രയാസമുള്ള ആളുകൾ അത് മറന്ന് മാറ്റിച്ച് നമ്മൾ കേൾക്കുന്ന ഭാഗവും കാണുന്ന ഭാഗവും ഒന്നും തിരിച്ചാൽ അതെല്ലാം റെഡിയാവും. റെഡിയാക്കണം, വിട്ടു പോകരുത് എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് 4 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ള തയ്യാറെടുപ്പ് വേണം. ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായും റിക്രൂട്ട്മെന്റ് ആണ്. പോസിറ്റീവായി നിൽക്കാൻ തീരുമാനിച്ചു, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, നേടിയവർക്കൊപ്പം നടക്കാൻ തീരുമാനിച്ചു. അവർ നേടിയതെല്ലാം ഞാൻ നേടും. അവൻ തുടങ്ങിയത് ഇത്തിരി നേരത്തെയാണ്, ഞാൻ ഇത്തിരി വൈകിയാണ്. അവരെത്തുന്നത് ശേഷം ഞാൻ എത്തുള്ളൂ. ബാലുശ്ശേരി 8 മണിക്ക് എടുത്ത ബസ് കോഴിക്കോട് എത്തുന്നത് 9 മണിക്കാണെങ്കിൽ 8:30 എടുത്ത ബസ് 9:00 എത്തണോ? നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് എടുത്തത്, ലേറ്റ് ആയിട്ട് എത്തുമല്ലോ. ആ എത്താൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് റിക്രൂട്ട്മെന്റ് ആണ്. ആളുകൾ മുഴുവൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയാം. ചിലവർ ചെയ്യും, ചിലവർ ചെയ്യില്ല. ചെയ്തില്ലെങ്കിലോ ഗോ ഫോർ നെക്സ്റ്റ്. ആ നോ എന്ന് പറയൂ. നമ്മള് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അവന് വേണ്ട വേണ്ടെന്ന് ഇവിടെ നാട്ടിൽ വേറെ ഉണ്ട്. അവസരങ്ങൾ ഒരിക്കലും പാഴാവില്ല. ഒരാൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മറ്റൊരാൾ ഉപയോഗിക്കും. അത് ഡോക്ടർ എഴുതി കഴിഞ്ഞ് ക്രീം ഉണ്ടെങ്കിൽ ആ പേരങ്ങോട്ട് മാറ്റി വെച്ച് എന്റേത് പുരട്ടാനുള്ള ധൈര്യം. നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ മുറിവും പൊള്ളൊക്കെ പറ്റുന്ന സമയത്ത് ഏറ്റവും പേടി നമുക്ക് അവരുടെ പേരില്ല. അപ്പോ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഡോക്ടർ പറയുന്നത് വരട്ടാ എന്ന്. ചിലപ്പോ ഈ പ്രൊഡക്റ്റിൽ വേണ്ടത്ര വിശ്വാസം ഇല്ലാത്ത വീട്ടിലെ ഭാര്യ ഭർത്താവോ ആരെങ്കിലുമൊക്കെ പറയും. ആ സമയത്ത് എന്റെ കുഞ്ഞിനെ പോലെ തന്നെ എനിക്ക് സ്നേഹമുള്ള വിശ്വാസമുള്ള ഉൽപ്പന്നമാണ് എന്റെ ഉണ്ടെങ്കിൽ അത് തന്നെ പറ്റുള്ളൂ. റീടെൻഷൻ, വന്ന ആളുകളെ നിലനിർത്താൻ. എന്താണ് റിക്രൂട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ സത്യത്തിൽ സെല്ലിംഗ് ദ ഓപ്പർച്യൂണിറ്റി. ഡയറക്റ്റ് സെല്ലിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുന്നത്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കച്ചവടം, ഒരു ബിസിനസ് അത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം കൊടുക്കാൻ നിയമപരമായി ഇന്ത്യയിൽ നടക്കില്ല. അപ്പൊ സ്വാഭാവികമായും മുടക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം അവർ കൊടുത്തിരിക്കണം. ഓപ്പർച്യൂണിറ്റി പ്ലസ് പ്രോഡക്റ്റ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റിക്കൊപ്പം ഉൽപ്പന്നം കൊടുക്കുക. ഓരോ ഉൽപ്പന്നത്തിന് ഒരു താല്പര്യമില്ല. ഉൽപ്പന്നം ഏതായാലും പ്രശ്നമില്ല. ചില കമ്പനികൾ 22,000 പാക്കേജ് കൊടുക്കുന്നുണ്ടല്ലോ, 12,000 പാക്കേജ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഉൽപ്പന്നം എന്താണെന്ന് നോക്കാറ് പോലും ഇല്ല. നേരത്തെ ടൂർ പാക്കേജുകൾക്ക് കൊടുത്തിടുന്നത്. ചിലൊരു പാക്കേജ് സാധനങ്ങളില്ല, ഓപ്പർച്യൂണിറ്റി മാത്രമോ, അത് ഇല്ലീഗലാ. ഇവിടെ വാല്യബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി സെല് ചെയ്യണം. നിങ്ങളുടെ കൂടെ വന്ന ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കണം. അങ്ങനെ നിങ്ങളെ കൂടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്ന സമയത്താണ് നാളെ ഞാനും നിങ്ങളും ഇല്ലാതെ പോകുന്ന സമയത്ത് കുടുംബത്തിൽ നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുന്നത്. നിങ്ങൾക്ക് നോമിനേഷൻ ഫെസിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
കമ്പൾസറി ആയും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി സെല് ചെയ്യണം. ഓപ്പർച്യൂണിറ്റിക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, അത് വേറെ കാര്യം. ഹൈലൈറ്റ് ചെയ്യുന്ന എപ്പോഴും ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം. ചില ആളുകൾ ഇരുന്നിട്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്, മൊത്തം പ്രൊഡക്റ്റ് 10 പ്രൊഡക്റ്റ് പറയുമ്പോഴേക്കും 1.5 മണിക്കൂറാവും. അതിന് പകരം ഓപ്പർച്യൂണിറ്റി, എങ്ങനെ ബിസിനസ് പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെ പണം ഉണ്ടാക്കുന്നത്, അത് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഇല്ലാതെ നിങ്ങൾ ഉൽപ്പന്നം മാത്രം വിറ്റാൽ നാളെ നിങ്ങളില്ലാത്ത സമയത്ത് കുടുംബത്തിലേക്ക് വരുമാനത്തിക്കാൻ ഒരു കുട്ടി പോലും ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ടാവില്ല. രണ്ടാമത് റീപർച്ചേസ്. റീപർച്ചേസ് നടക്കണമെങ്കിൽ പ്രൊഡക്റ്റ് മാത്രം കൊടുത്താൽ പോരാ, പ്രൊഡക്റ്റിന് കൂടെ ഒരു നോളജ്. എന്തിന് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കണോ, എന്തിന് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കണോ, എന്തിന് നമ്മളെ വൂണ്ടിങ് ഉപയോഗിക്കണോ, എന്തിന് നമ്മളെ ലിവിഗൻ ഉപയോഗിക്കണോ, എന്തിന് നമ്മുടെ ഓരോ ഉൽപ്പന്നം ഉപയോഗിക്കണം എന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചാൽ 1000 ചില ഉൽപ്പന്നങ്ങളുമായി നമ്മളെ കമ്പനി നാളെ മാറുമ്പോ നമ്മുടെ നാട്, നിങ്ങൾ ഓരോ ഹോം ടൗണിലും നമ്മുടെ മിനി ഷോപ്പുകളോ സൂപ്പർ മാർക്കറ്റ് പോലുള്ള നമ്മുടെ ഷോപ്പുകൾ വരുന്ന സമയത്ത് ആളുകൾ കടയിൽ കയറി സാധനം എടുത്ത് പോകും. നാട്ടിൽ ഇഷ്ടം പോലെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്, എന്തിന് നമ്മളത് ഉപയോഗിക്കണോ? ആ ഒരു വിദ്യാഭ്യാസം എന്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഹാംഫുൾ ആയിട്ടുള്ള അതിന്റെ മേലുള്ള ക്ലോസറ്റിന്റെ മേലുള്ള ബാക്ടീരിയ മാത്രമേ കൊല്ലുള്ളൂ. വേസ്റ്റ് ദ്രവിപ്പിക്കുന്ന അനറോബിക് ബാക്ടീരിയ എന്ന് പറയുന്ന നല്ല ബാക്ടീരിയ കൊല്ലില്ല. അപ്പൊ അതിന് കൂടെ നോളജ്, പ്രൊഡക്റ്റിന് കൂടെ നോളജ് കൊടുത്താൽ അവർ റീപർച്ചേസ് ചെയ്യും. അവർ ഓർമ്മ ഉണ്ടാവും, ഓ മറ്റേത് ഒഴിച്ചു കഴിഞ്ഞാൽ ടാങ്ക് കിടക്കുന്ന ബാക്ടീരിയ ഒഴിച്ച് ചത്തു, അത് വേണ്ട, MID തന്നെ വേണം. നിങ്ങൾ 10 ദിവസം കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഉൽപ്പന്നം കൊടുത്ത് പഠിപ്പിച്ച, ഉൽപ്പന്നത്തിന് ഗുണനിലവാരം പഠിപ്പിച്ച കസ്റ്റമർ അവൻ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങിച്ചോളൂ. അപ്പൊ പാസീവ് ഇൻകം കിട്ടും, വീട്ടിൽ കിടക്കുമ്പോൾ വരുമാനം കിട്ടും. എന്തിന് ഈ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ചില ലീഡേഴ്സ്, ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ചില ടീമുകൾ, നമ്മുടെ ടീമിൽ അങ്ങനെ ഇല്ലാതെ വിശ്വസിക്കുന്നത് ഭാഗ്യവശാല് 1 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ട്, 1 ലക്ഷം 2 ലക്ഷത്തിനൊക്കെ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തിട്ട് ചില ആൾക്കാർ പ്രൊഡക്റ്റ് കട്ടിലടി കിടക്കണത്. എന്തേ പ്രൊഡക്റ്റ് കട്ടിലടി കിടക്കുന്നത്? ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അയാൾക്ക് അറിയില്ല. അതെന്തിനാ ഉപയോഗിക്കുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ വെറുതെ ചമ്പിത്തലെടുത്ത് തേച്ച് കുളിക്കൂലേ, ആ നമ്മുടെ പേസ്റ്റ് എടുത്ത് പല്ല് തേക്കൂലേ, നമ്മൾ സോപ്പ് ഉപയോഗിക്കൂലേ, നമ്മൾ ലിവിഗൻ ഉപയോഗിക്കൂലേ, വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ വുമൺ കമ്പൈൻ ആവശ്യം ഉണ്ടാവൂലേ? പോട്ടെ, അടുത്ത അയൽവാസി കൊടുക്കാൻ എന്തായാലും കട്ടിലടി നശിക്കില്ലേ? ആ നശിക്കുന്നതിന് പോരോ അടുത്ത അയൽവാസിക്ക്, അടുത്ത സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് നിങ്ങൾ നല്ലൊരു സാധനം കൊണ്ടുപോയിക്കോളി, ഇങ്കി വിൽക്കാനാവില്ലേ, കൊണ്ടുപോയിക്കോളി, എന്നാലും കട്ടിലടി കിടന്ന് നശിക്കുന്നത് നല്ലതല്ലേ? അങ്ങനെ അയാൾ ഒരു കുട്ടിയോടും പറയില്ലേ, അടുത്ത അയൽവാസിയോടും പറയില്ലേ. കാരണം എന്താ? അയാൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു നോളജ് കൊടുത്തിട്ടില്ല. പ്രോഡക്റ്റ് പ്ലസ് നോളജ് ഈസ് ഈക്വൽ ടു യുവർ പാസീവ് ഇൻകം. പാസീവ് ഇൻകം ആണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് ഉൽപ്പന്നം കൊടുത്ത് പിന്നെ അങ്ങോട്ട് പോകാണ്ട് ഒരു സാധനം വാങ്ങുമ്പോൾ ഇൻകം കിട്ടുന്നതല്ലേ പാസീവ് ഇൻകം എന്ന് പറയാം. നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഇൻകം കിട്ടുന്നതല്ലേ പാസീവ് ഇൻകം എന്ന് പറയാം. നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പ്രൊഡക്റ്റ് പോയി വാങ്ങിക്കും. അപ്പൊ പാസീവ് ഇൻകം കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രോഡക്റ്റിനൂടെ നോളജ് കൊടുക്കണം. അപ്പൊ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആദ്യം, പ്രൊഡക്റ്റ് രണ്ടാമത്. റീപർച്ചേസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ആദ്യം, നോളജ് രണ്ടാമത്. അങ്ങനെ വന്നാൽ നാളെ നിങ്ങൾ ഇന്ന് ഉൽപ്പന്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളൊക്കെ അതേ ഉൽപ്പന്നം അന്വേഷിച്ച് ഏടെ നമ്മുടെ ഷോപ്പുള്ളത് അവിടെ പോയി സാധനം വാങ്ങിച്ചു കൊടുക്കും. അടുത്ത റീറ്റെയിലിംഗ്, ഉൽപ്പന്നം വിൽക്കണോ? ഫസ്റ്റ് റിസൾട്ട് പ്രോഡക്റ്റ്, അത് റിസൾട്ട് പറയണോ? കവച പ്രശ്നം, തുമ്മിൽ മാറിയിട്ടുണ്ട്, ശ്വാസം 95 കഴിച്ചിട്ട് ഓടിപ്പോയ മനുഷ്യൻ എഴുതി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സ്ട്രോക്ക് വന്ന് എഴുതി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീട് കയറി സാധനം വിറ്റ് പോകുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് റിസൾട്ടാ. ആദ്യം റിസൾട്ട് പറഞ്ഞേ പ്രൊഡക്റ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം അവന് ഓപ്പർച്യൂണിറ്റി അറിയില്ല, ഓപ്പർച്യൂണിറ്റി പറഞ്ഞില്ല. അപ്പോ റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? റീപർച്ചേസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? റീറ്റെയിലിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വ്യക്തത വേണമെന്ന്. റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഓപ്പർച്യൂണിറ്റിക്ക്,
ഡയറക്ട് സെല്ലിങ്ങിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഓപ്പർച്യൂണിറ്റി സെല്ലിംഗ് ആണ്.